ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് അടുത്തതായിട്ട് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. അതിനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ സാബുവിനെ. നമസ്കാരം. നമസ്കാരം. എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ്? സ്പെഷ്യൽ പെർഫോമൻസ് നമ്മൾ ഈ എക്കോ സിസ്റ്റം കേൾക്കുമല്ലോ, ആ നമ്മൾ നോർമലി പറയുന്നതും എക്കോയിലൂടെ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതെ, അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പം എന്നോട് എന്തെങ്കിലും ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം. ശരി ശരി. അത് മറുപടി പറയുമ്പോൾ എക്കോയിലൂടെ പറയാം. എക്കോ ഇട്ടായിരിക്കും മറുപടി പറയാം. ആൻഡ് ഇപ്പോ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മൈക്കില് യാതൊരു എഫക്റ്റും കൊടുത്തിട്ടില്ല. അത് വളരെ നോർമലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദം മാത്രമാണ് ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വിശേഷം പറയാം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. എവിടെയാ സ്ഥലം? എവിടെയാ? എന്റെ സ്ഥലമെല്ലാം ഓച്ചിറ. ഓച്ചിറന്ന് ഇപ്പൊ എങ്ങനെയാ വന്നത് ഇങ്ങോട്ട്? വന്നത് ട്രെയിനാണോ? ട്രെയിൻ സമയത്ത് ആണോ? ട്രെയിൻ സമയത്തിന് ഓർഡർ ഉണ്ടായിരുന്നോ? സമയത്തിന് തന്നെ എത്തി അല്ലേ? ഓക്കെ. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ പിന്നെ എന്റെ കിഡ്സ്. ഓക്കെ. കുട്ടികളൊക്കെ ഏത് ക്ലാസ്സിലായി? സ്കൂളൊക്കെ തുറന്നില്ലേ? എന്റെ മകൻ 6. പിന്നെ എന്നെ ഉള്ളത് ഒരു മകൾ. ഓക്കെ, നമുക്ക് ഇനി എന്തെങ്കിലും വേറെ ചെയ്യാം, കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാം. പറഞ്ഞോളൂ. നമ്മൾ കവിതകൾ കേൾക്കുമല്ലോ, ഈ കവിതകൾ, ഒരു കവിത ഞാൻ എക്കോ ഇല്ലാതെ ചെയ്യാം, എന്നിട്ട് അതേ കവിത തന്നെ എക്കോ ഇട്ട് ചെയ്യാം. ഓക്കെ. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു, ഇരുളും തുറന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. ഇനി ഇതേ വരികൾ എക്കോയിൽ വന്നാൽ, ഈടിടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു, ഇരുളും തുറന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. ഇനി എന്താ വേറെ എന്തെങ്കിലും ചെയ്യണോ, പറയണോ? വേറെ എന്താണ് പറയാ? ഇതുപോലെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും? ഡിഫറെന്റ് ആയിട്ട് ഒരു പാട്ടിന്റെ ഒരു വരിയായി നോക്കാം, ശ്രമിക്കാം. ഇപ്പം 1000 കാതം അകലെയാണെങ്കിലും എന്ന പാട്ടുണ്ടല്ലോ, അതിന്റെ അനുപല്ലവിയുണ്ട്. ശരി. തിരുരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളനുഗ്രഹങ്ങൾ. ഓക്കേ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി നമ്മുടെ ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ നാള് തിയേറ്ററിൽ ഓടിയ ഒരു സിനിമയായിരുന്നു ഷോലെ എന്ന സിനിമ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ശ്രീ അംജദ് ഖാന്റെ ഗബ്ബർ സിംഗ് എന്ന കഥാപാത്രം. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. ഓക്കേ, ശബ്ദാനുകരണമാണ് അടുത്തതായി. कितने आदमी थे? 2 है सरकार, वो 2 थे और तुम 3, फिर भी वापस आ गई. काली हा, क्या समझ कर आ गई तू? सरदार बहुत खुश होगा, शाबाशी देगा क्यों? अरे ओ सांबा, कितना इनाम रखे सरकार हम पर? पूरे 50,000 और ये इनाम इसलिए, यहाँ से 50 कोस दूर गांव में जब बच्चा रात को रोता है, माँ कहती है बेटी सो जा नहीं तो गब्बर सिंह आ जाएगा. Thank you very much. നമ്മള് എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞും ഭയങ്കര ഒരു പടി മുകളിൽ നിന്നു എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ അങ്ങനെ ആരെയും കാണുമ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഓരോരുത്തരുടെയും ടാലന്റ് ഡിഫറെന്റ്. പക്ഷെ ഭയങ്കര സർട്ടിലായിട്ട് വന്ന് പൊളിച്ചടുക്കി. ബ്യൂട്ടിഫുൾ. എന്ത് പറയുന്നു? ഒരു ഗായകനോട് പാട്ട് പാടാൻ പറഞ്ഞാൽ ആ കലാകാരൻ എടുക്കുന്ന പാട്ടിൻ്റെ സെലക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കലാകാരൻ്റെ സെൻസ്, അദ്ദേഹത്തിൻ്റെ അറിവ് എന്താണെന്ന് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ഈ
സ്റ്റാറുകൾ എടുത്തതും എക്കോ എടുത്തതും സ്റ്റാർ എടുത്തതും എല്ലാം നന്നായത് കൂടാതെ നമ്മൾ കേൾക്കാൻ കണ്ടു മറന്ന നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച പാട്ടെടുത്ത് ഞങ്ങൾക്ക് സമ്മാനിച്ചു. അടിപൊളിയായിട്ട് നമ്മുടെ മനസ്സിൽ പണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് മറന്ന് ഇങ്ങനെ നിൽക്കുന്ന പാട്ടുകളും സിറ്റുവേഷൻ എല്ലാം മാർക്കോസ് സാറിന്റെ പാട്ടൊക്കെ എല്ലാം അസലായിട്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ട്. സബു ബൈ എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ്. ഞങ്ങൾ ഒരുപാട് സ്റ്റേജും ചെയ്തിട്ടുണ്ട്. ആഹാ. അതെ, എല്ലാം അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, സൂപ്പർ അല്ലേ? ഉല്ലാസേട്ടാ തകർപ്പൻ ഉഗ്രനായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ലാളിത്യത്തോടെയാണ് അവതരിപ്പിച്ചത്. ശരിയാണ്. ചിലപ്പോ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ട് ചീറ്റി പോകുന്നതിനെ കഴിഞ്ഞും വളരെ സർട്ടിലായിട്ട് നമുക്ക് നിന്നിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാതെ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസും ഇഷ്ടപ്പെട്ടു. പക്ഷേ മറ്റൊരാൾ വരുവാണ് നമ്മളിപ്പോൾ അടുത്തായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഗായകനാണ്. സംഗീതത്തിൽ ഇതൊന്നുമില്ല, ഞാൻ മാർക്കോസ് ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം. ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ. വളരെ സിമ്പിളായിട്ട്, അതിലുപരി ആ പെർഫോമൻസ് അതിൽക്ക് മേലെ തകർത്തു. ഓഡിയൻസ് ഇഷ്ടായില്ലേ? നല്ലൊരു കൈയ്യടി കൊടുക്കാം നിങ്ങൾക്ക് അദ്ദേഹത്തിന്. സോ സാബു, താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും കാണാം.